അനിൽ അക്കര ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനിൽ അക്കര, വേണ്ടി വന്നാൽ കശ്മീരിൽ നാളെ കൊണ്ടുവന്ന് പോലും ഞങ്ങൾ വോട്ട് ചേർക്കും, ജയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിന്നാണ്. ഒരു ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന നിലയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഈ സുരേഷ് ഗോപിയുടെ ജയം അവർക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസമൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കാം. എന്താണ് താങ്കൾക്ക് ഈ പ്രസ്താവനയിൽ തോന്നുന്നത്? അല്ല, ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന പലപ്പോഴും ഒരു വികാരപരമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. പക്ഷെ ഇവിടുത്തെ വിഷയം ഗോപാലകൃഷ്ണൻ വെറും ഒരു ഗോപാലകൃഷ്ണനല്ല, BJPയുടെ നേതാവാണ്. BJP നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഈ പറഞ്ഞ പോലെ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത്, ഒരു ആളെ കൊണ്ട് പല പല നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കുകയും അയാൾ പല പല മണ്ഡലങ്ങളിൽ പോയി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ, അത് പൂർണ്ണമായും കള്ളവോട്ടാണ്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഒരു തൃശ്ശൂർ പോലെ സ്ഥലത്ത് പിന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വോട്ടർമാരെ പൂൾ ചെയ്യിച്ച് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തന്ത്രമാണ് തൃശ്ശൂരിലെടുത്തത്. അപ്പൊ ഈ രണ്ട് വിഷയവും കേരളത്തിന് പരിചിതമായ ഒരു സംവിധാനമായിരുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പണ്ട് നടന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ നമുക്ക് പുതിയ അനുഭവമായിരുന്നു. അത് അവസാന നിമിഷം, അത് ഇലക്ഷൻ കമ്മീഷന്റെ കൂടി അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടന്നത്. നമുക്ക് പരിശോധിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പൊ ഞങ്ങള് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന മാത്രമല്ല ഞങ്ങൾ കണക്കാക്കുന്നത്, KPCC വളരെ കരുതലോടുകൂടി ഈ വരുന്ന വോട്ടർ പട്ടിക ഇറങ്ങുന്ന 30-ാം തീയതി മുതൽ വരുന്ന ഒരാഴ്ചക്കാലം വളരെ കർശനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടിനെ പരിശോധിക്കാനും അതിന്മേൽ നിയമപരമായി നടപടി സ്വീകരിക്കാനും പോവുകയാണ്. അതുപോലെ തന്നെ ഇനി ഓരോ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അതിനുള്ള മുൻകരുതലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിനകത്തൊരു എക്സ്പീരിയൻസ് ഉള്ളത്, 2006 ഇവിടെ കുന്നംകുളത്ത് മത്സരിച്ച ബാബു M പാലശ്ശേരിയുടെ വോട്ട് ശങ്കരനാരായണൻ എന്ന പേരിലും ബാബു M പാലശ്ശേരി എന്ന പേരിലും വോട്ട് വരികയുണ്ടായി. അപ്പൊ ആ വോട്ട് ഇതുപോലെ തന്നെ ഞാൻ പിന്നെ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മുന്നിൽ നടക്കുന്ന മുന്നൊരുക്കം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സമയബന്ധിതമാണ്, ആ സമയത്ത് ഇടപെടണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞ കാര്യങ്ങളാണ്. ആ രീതിയിലൊരു ജാഗ്രത, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൊണ്ട് നിങ്ങളും ഒരു എക്സ്ട്രാ ജാഗ്രത ഇതിലെടുക്കുമെന്ന് കരുതാം. വളരെ നന്ദി ശ്രീ അനിൽ അക്കരെ.